ഹലോ. ആ ഹലോ അണ്ണാ, വല്ലതും അറിഞ്ഞോ? കല്യാണം മുടങ്ങിയതല്ലേ? ഓരോരുത്തനത് കേട്ട് ഇവിടെ തിളച്ചു മറിയാ. എങ്ങനടി കല്യാണം മുടങ്ങിയേ? ഇന്നലെ ആ പെങ്കൊച്ചിന്റെ അച്ഛനെ കൊന്നിട്ട് സ്വർണം മുഴുവൻ ആരാണ്ട് എടുത്തോണ്ട് പോയിന്ന്. ഇന്നലെ രാത്രിയിലാന്നാ പറഞ്ഞേ. അവിടെ മുഴുവൻ പോലീസും കൂട്ടൊക്കെയാ. ഞാൻ പിന്നെ വിളിക്കാവേ. ദൈവമേ. അണ്ണാ, ഹലോ. ഫോൺ കട്ട് ചെയ്യരുത്. എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ എടുക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ടാണ് വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത്. എടാ, നിനക്ക് ഗായത്രി എടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരടുത്ത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ അടുത്തല്ലടാ പറയേണ്ടത്. നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയണ്ടേ? ഞാൻ ഏതായാലും ഈ കല്യാണത്തിൽ പിന്മാറുക. ഇന്ന് രാത്രി ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഇനി ഈ നാട്ടുകാർ മുമ്പ് കോമാളി വേഷം കിട്ടാൻ എനിക്ക് വയ്യടാ. ബൈ. അരുണല്ലേ? ഇത് നിന്റെ കയ്യിരിക്കട്ടെ. അണ്ണാ, എന്തിനാടാ പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കേ. എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ. അണ്ണാ 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 എണീക്ക്. അണ്ണാ ചാച്ചാ, അണ്ണാ ചാച്ചാ, അണ്ണാ എണീക്കണ്ണാ. ചാച്ചാ, ചാച്ചാ, അണ്ണാ അമ്മേ, ചാച്ചാ, കണ്ണ് തുറക്കണ്ണാ.
എല്ലാവരും കരുതുന്ന പോലെ ആശ മരിച്ചിട്ട് ഇന്നുവരായി വീട്ടിൽ നിന്ന് കയറാത്തത് അങ്ങേരോടുള്ള ഇഷ്ടം കൊണ്ടാ. ആശാൻ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേരുടെ കൺമുന്നിൽ നിന്ന് ഓടി ഒളിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എൻ്റെ ആശ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ അടവെന്ന് കാണുന്നു. അയാളെന്നെ കണ്ടു, എനിക്കും അയാളെ കണ്ടു. എനിക്ക് പറ്റില്ലടാ ആ കിടപ്പ് കാണാൻ. നിനക്കറിയോ, എന്നെ ആശാൻ പണിക്ക് വിളിച്ചില്ലേ, എൻ്റെ കുടുംബത്തെ അങ്ങേരി ഇന്ന് വരെ പട്ടിണി കിട്ടിയിട്ടില്ല. വിക്രമണ നിങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കറിയാടാ. എടാ നന്ദു, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയണ നമ്മുടെ ആശാന്റെ വണ്ടി ഇങ്ങനെ ഇവിടെ ഇട്ടിരുന്നാൽ മതിയോ? ഞാൻ പൊള്ളാച്ചിയിൽ ഒരു ഓട്ടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് പോയാൽ ഞാൻ ഓടിക്കാം. അണ്ണ ഇപ്പം ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ? അത് ശരിയാവില്ല. എടാ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വേണ്ടണ്ണ, അതിപ്പം ശരിയാവില്ല. സോറിടാ. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ ലോറി ഓടിയാലേ വിക്രമൻ്റെ വീട്ടിലെ അടുപ്പ് പുകയൂ. എന്ത് വള്ളിയാണോ സ്കിപ്പ് അടിച്ചേരാം. ടീച്ചറിന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണമാണ്. പോലീസ് അരിച്ചു വെക്കുന്നുണ്ട്. അടുപ്പിച്ച് 2 മരണം അല്ലേ? സത്യം പറഞ്ഞ വിക്രമണന്റെ മരണം എല്ലാരും മറന്നുപോയി. പിന്നല്ലാതെ. വരുതാ ഒരു ചായ. ചായ? അതെ, ആ SI സാറ് നല്ല മുറ്റ. ഇനി കൊന്നവനും കട്ടവനൊക്കെ നല്ല സുഖമായിരിക്കും. അയാളുടെ കൈ കിട്ടിയാലേ നല്ല ഇഞ്ച നടക്കണമെന്നേ നടക്കും. അറിയാമോ? എന്നോട് എന്തിനാ പറയുന്നത്? എന്തോ എടാ, പ്രശ്നം കഴിഞ്ഞപ്പോൾ നിന്റെ മറ്റേ കൂട്ടുകാരനെല്ലാവരും അവരെ പിന്നെ കണ്ടിട്ടില്ലല്ലോ. അവൻ പോയി കളഞ്ഞ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അവരെന്തിനാ കിടന്ന് തിളക്കണം? മണിയണ്ണോ, അവനാകെ തകർന്നു പോയടാ. ഓ പിന്നെ ഇതൊക്കെ അവൻ്റെ അഭിനയമല്ലേ? അവനും ഇതിൽ പങ്കുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്നും ഉണ്ടായിടാ. മോനെ നന്ദു, നീ എവിടെയാ? ഞാൻ ആ വണ്ടിയുടെ വന്നിട്ടിരിക്കുക ചേച്ചി. മക്കളെ, ചേച്ചി ഒരു കാര്യം പറയാം, മക്കളത് അനുസരിക്കണം. എന്താണ്? എന്താണെങ്കിലും പറ. അണ്ണൻ നമ്മുടെ വണ്ടിയുടെ പേരിൽ കുറച്ച് കടം എടുത്തിട്ടുണ്ടല്ലോ. അണ്ണനിപ്പം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു പേടി. അച്ഛനും രാജുവും പറയുന്നത് ആ വണ്ടി കൊടുത്ത് കടം അങ്ങ് തീർക്കാനാ. ചേച്ചി ഫോണിങ്ങനെ എടാ രാജുടീനാ, നിന്നെ കൊണ്ട് എന്തെങ്കിലും വണ്ടി കൊണ്ടെടുക്കാൻ പറ്റത്തില്ലല്ലോടാ. അത് വിറ്റ കടം അങ്ങ് തീർത്തേക്കാം. രാവിലെ മലപ്പുറത്ത് നിന്ന് കച്ചവടക്കാർ വരുന്നുണ്ട്. അന്നേരം നീ അവിടെ ഉണ്ടാവണേ. ശത്രുവാ
എന്നാലും നീ അന്നേരം എന്ത് വർത്താനോടാ പറഞ്ഞത്? സത്യം പറഞ്ഞാലേ ഞാൻ ഇല്ലാണ്ടായി പോയട്ടാ. അണ്ണ അന്നേരത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതല്ലേ, ക്ഷമിക്ക്. സോറി. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എന്തായാലും നീ എന്നെ വന്ന് ഓട്ടം വിളിച്ചപ്പോൾ അതൊക്കെ മാറിയേട്ടാ. അണ്ണ ഒന്ന് നിർത്തി. എന്തുവാ? ഒന്ന് മുള്ളാൻ. ആ നോക്കി ഇറങ്ങണേ, പാമ്പുള്ളതാ. ഗോൾഡ് എവിടെടാ?